ഷായന ഷായന ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാറബേ? വല്ലാത്തൊരു പുതുമന്നെ. മഴയാണാ വരുന്നത്. ഒരു ഭാഗം മഴ പെയ്ത് തുടങ്ങി. ഞാൻ ആടുകളായിട്ട് ഓള് എപ്പോഴാണ് അവങ്ങോട്ട് എത്തുക? വല്ലാത്തൊരു പുതുമന്നത്. ഓളെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാനേ. അതേ, ഇങ്ങോട്ട് നോക്കിക്കാണേ. ഇങ്ങളെ മോളുണ്ടല്ലോ, നിങ്ങളെ അനിയൻ്റെ മോളാ ഷായന. ഓൾ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഓള് എത്ര നേരമായി ആടുകളും കൊണ്ട് പോയിട്ട്? സമയം കുറേ ആയി. മഴയും പെയ്യുന്നുണ്ട്. വല്ലാത്തൊരു പുതുമ്പന്നെയാണിത്. ഹോ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നോളി. എന്താ അടിയേ പറയണത്? ഓളും ഇങ്ങോട്ട് വന്നോളൂ. മഴയാണ് പെയ്യണത്. ആടുകളൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. ആടുകൾ അല്ലേ? ഓളും ഇങ്ങോട്ട് എത്തിക്കോളും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അല്ല ഷൈന, എന്താ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് പോരണൊന്നുമില്ലേ? ഉമ്മ, മഴ പെയ്യുമ്പോൾ കിട്ടണില്ല ഉമ്മ. ഇത് കയറ് കെട്ട് കഴിക്കാൻ കഴിയണില്ല. എടി പെണ്ണെന്നെ ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷാഹിനയുടെ മൂത്തമ്മ അവളെ കയ്യിൽ കണ്ട ആ ഒരു കത്തിയുമെടുത്ത് ഒരൊറ്റ വെട്ട് കാലിന്. ഉമ്മ, എൻ്റെ കാല്. എടി, എന്ത് പണിയെ കാണിച്ചത്? ഈ ആടുകളെ മുഴുവൻ ഞാൻ നനപ്പിച്ചില്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി. ഉമ്മ അത് കിട്ടാത്തോണ്ടല്ലേ ഞാൻ എന്താ ചെയ്യാ? അവൾ കരഞ്ഞുകൊണ്ട് അതാ വീട്ടിലേക്ക് ഓടി. എന്താ എന്താ മോളെ, എന്താ? അല്ലാ, കാലില് നന്നായിട്ട് രക്തം വരുന്നുണ്ടല്ലോ. അനിയൻ്റെ മകൾക്ക് അതാ പെട്ടെന്ന് തന്നെ അയാളുടെ തുണി ചീന്തി കാലിൽ കെട്ടിക്കൊടുത്തു. എന്താ അത് പറ്റിയത്? അത് മൂത്തമ്മയെ പേടിച്ച് അവളൊന്നും മിണ്ടിയില്ല. ആടിനെ കെട്ടഴിച്ചിട്ട് കിട്ടുന്നില്ല മൂത്തപ്പ. അപ്പോ എന്താ? കാലിന് നന്നായിട്ട് തട്ടിയിട്ടല്ലേ? എന്താ കത്തി തട്ടിയോ മോളെ? എങ്ങനെ തട്ടിയത്? അത് മൂത്തമ്മയുടെ കയ്യിൽ നിന്ന് വെട്ടിയതാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മൂത്തമ്മ നല്ല രീതിയിൽ ചീത്ത പറയും. അതുകൊണ്ട് തന്നെ അവൾ മൂത്താപ്പയോട് പറഞ്ഞു, മൂത്താപ്പ, എൻ്റെ കയ്യിൽ നിന്ന് കത്തി തട്ടിയതാണ്. എന്താ മോളെ ഇത്? അപ്പോൾ തന്നെ മൂത്താപ്പ അതാ കാലിൽ നല്ലൊരു കെട്ടിക്കൊടുത്തു. രക്തം ഒഴുകുന്നുണ്ട്. എന്നാൽ ഇളകിക്കൊണ്ട് അതാ മൂത്തമ്മ വരുന്നു. അതേ, ഇങ്ങളെ മോൾ ആടിനെ മേക്കാൻ പോയിട്ട് ഒരാടിനെ കഴിച്ചിട്ട് കിട്ടണില്ല. എന്നാൽ മറ്റീറ്റുങ്ങളാണ് തൊഴിച്ച് കൊടുന്നൂടെ? നോൾക്ക് കണ്ടില്ലേ, എല്ലാ ആടുകളും നനഞ്ഞു. എന്തൊരു കാട്ടിക്കൂട്ടലാണിത്! എന്തൊരു പുതുമയാണ്! ഇജ്ജ് കണ്ടില്ല ഓളെ കാലുമ്മ കത്തിയിട്ടിത്? കത്തല്ല, കത്തി തട്ട് മാത്രമല്ല, ഓളെ കത്തിയോണ്ട് വെട്ടി കൊല്ലാ വേണ്ടിയത്. ഉമ്മയും ബാപ്പില്ലാത്ത കുട്ടിയാണ്. ഇജ്ജ് ഇങ്ങനെ ഉള്ളു പെരുമാറല്ലേ? അതെ, അനിയനും ഭാര്യയും ഒരു അപകടത്തിൽ മരിച്ചുപോയി. അതിനുശേഷം അതാ ഷാഹിനയെ ഉമ്മയും ഉപ്പയും എല്ലാത്തിനും പകരം മൂത്താപ്പയും മൂത്തമ്മയുമായിരുന്നു നോക്കിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതാ ഷാഹിനയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. മൂത്താപ്പയുടെയും മൂത്തമ്മയുടെയും മക്കള് ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ കൂടെ ഇരുത്താറില്ല. ഓള് പിന്നെ തിന്നോളും, ബല് തിന്നട്ടെ. ഓളെ മുന്നിൽ കണ്ട് വെച്ചത് കൊടുത്ത് കണക്കേക്കാരം. നല്ല തീറ്റക്കാരാണ് ഓള്. എന്നാൽ മൂത്താപ്പ ആശ്വസിപ്പിക്കും, മോള് വിഷമിക്കണ്ട കേട്ടോ, മോള് ഭക്ഷണമൊക്കെ കഴിച്ചേക്ക്. മൂത്തമ്മയുടെ കാര്യം മോള് നോക്കണ്ട. മൂത്തമ്മ അങ്ങനെ തന്നെയാണ്. മൂത്താപ്പ, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ് മൂത്താപ്പ. എന്തിന് മോള് പേടിക്കണേ? മോള് പേടിക്കേണ്ട ഒരാവശ്യമില്ല മൂത്താപ്പ. എനിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് പഠിക്കണം. പക്ഷേ അതിനെന്താ, മോള് പോയിക്കോ. മൂത്തമ്മ വിടുന്നില്ല. വീട്ടുജോലികളും ആടിനെ നോക്കലൊക്കെ ആയിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെ. ഇനിയും എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് മൂത്താപ്പ. മോളെ, ഉമ്മയും ബാപ്പയും കുറച്ചൊക്കെ പഠിപ്പിച്ചില്ലേ? പിന്നെ മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാനാ മോളെ? നമ്മളായിട്ടല്ലല്ലോ. എന്താ മൂത്താപ്പ മോളും കൂടി പറയണത്? അയാളുടെ ഭാര്യ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു. ഒന്നുമില്ല, മോളുടെ പഠനകാര്യത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ പഠനകാര്യം. ഇവിടെ വീട്ടിൽ സഹായിക്കാൻ എനിക്ക് പിന്നെ ഒരാള് വേണ്ടേ? വീട്ടുജോലി എമ്പാടുണ്ട്, ആടിനെ നോക്കാനുണ്ട്. എല്ലാം കൂടി ആയി വരുമ്പോഴേക്കും എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അതിന് നിങ്ങൾ നിൽക്കേണ്ട ഓളെ പഠിപ്പിക്കാനൊന്നും. ഓളിനി മതി പഠിച്ചത്, കുറെ പഠിച്ചില്ലേ? അത് മതി. അത് തന്നെ എമ്പാടും. എഴുതാനും വായിക്കാനും അറിയല്ലോ, അത് മതി. ഇനിയിപ്പോൾ എന്താ വലിയ ഡിഗ്രി ഒക്കെ എടുത്ത് എന്തിനു വേണ്ടി പോകാൻ നിൽക്കുക? മൂത്തമ്മ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അത് പറയുന്നേ വേണ്ട. എന്നാൽ അവളുടെ കാല് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. അവളുടെ കാലിലെ ആ കെട്ടിൽ നിന്ന് നീരും ചോരയും വരുന്നുണ്ടായിരുന്നു. ഒന്ന് ആശുപത്രിയിൽ പോയി നോക്കാം, കത്തി തട്ടിയതല്ലേ. എന്നാൽ അവൾ ഭയന്നുകൊണ്ട് മൂത്തമ്മയുടെ മുഖത്തേക്ക് നോക്കി. മൂത്തമ്മ ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു, മിണ്ടി പോകരുത്.
ആ ഞാനാണ് നിന്നെ വെട്ടിയെന്ന് മിണ്ടിപ്പോവരുത്. ഭയന്ന് വിറച്ച അവൾ, ഉമ്മ, മുത്തമ്മ, ഇല്ല ഞാൻ പറയില്ല. ആ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ കാണിച്ചു തരാം. നിന്നെ കൊല്ലാണ് വേണ്ടത്. കണ്ടില്ലേ, ആടിന് സുഖമില്ലാതായി ഇപ്പോൾ. എന്താടി, ആടല്ലേ, അതൊക്കെ മനുഷ്യന്മാരെ പോലെയല്ലല്ലോ. എന്നാലും ആ കുട്ടി മഴയത്ത് പോയി ആ ആടിനെ കഴിച്ച് കൊണ്ടുവരാൻ ഒരുപാട് അവൾ ശ്രമിച്ചില്ലേ. കിട്ടാത്തത് ഇപ്പോൾ ആരെ കുറ്റ? എന്നാലും അങ്ങനെയാണോ? ബാക്കിയുള്ള ആടുകളുമായി പോരല്ലേ വേണ്ടത്? വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ ഷാഹിനയുടെ ജീവിതം വളരെയധികം വിഷമകരമായ അവസ്ഥയിലായിരുന്നു. അവൾ വളരെയധികം പ്രയാസത്തിലായിരുന്നു. മൂത്തമ്മയുടെയും മൂത്താപ്പയുടെയും മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ അവരുടെ കൂടെ ഇരുത്താറില്ല. പകരം അവളെ അവിടുത്തെ പുറത്ത് മുറ്റത്താണ് ചോറ് കൊടുത്തിരുന്നത്. മൂത്തമ്മ, നീ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഇവിടെ ഇരുന്ന് കഴിച്ചോ, ഇത് തന്നെ എമ്പാടും, അല്ലാതെ അകത്തേക്കൊന്നും നീ കയറി വരേണ്ട ആവശ്യമില്ല, നീ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി. മൂത്തമ്മയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ മൂത്താപ്പയുടെ മക്കൾ അവളെ മറ്റൊരു കണ്ണുകൊണ്ടായിരുന്നു കണ്ടത്. ഉമ്മയും പാപ്പയൊക്കെ മരിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ കൂടെ ഞങ്ങളെ ഉപ്പാൻ്റെ പൈസ കൊണ്ട് ഞങ്ങളൊക്കെ ജീവിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഷാഹിനയുടെ കൂടെയുള്ള പെണ്ണ് സാജിദ എന്ന പെൺകുട്ടി എപ്പോഴും അവളോട് അങ്ങനെ പറയും. സത്യം പറഞ്ഞാൽ ഷാഹിനക്ക് തോന്നിപ്പോയി, റബ്ബേ, എൻ്റെ ഉമ്മയും ഉപ്പയും ഇപ്പോൾ ആറടി മണ്ണിലാണ്, അവരുടെ കൂടെ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൾ ആ മണ്ണിലേക്ക് നോക്കി. അങ്ങനെയാണ് പെരുന്നാൾ വന്നെത്തിയത്. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പോകുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നാൽ പാവം ഷാഹിന, അവൾ മാത്രം അവിടെ പതുങ്ങി നിന്നു. എന്നാൽ മൂത്താപ്പ പറഞ്ഞ്, മോളെ മാറ്റിക്കോ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാം. എന്നാൽ പെട്ടെന്ന് തന്നെ ഉമ്മ അവൾ മാറ്റിയൊരുങ്ങി വന്നപ്പോൾ പറഞ്ഞു, അല്ല ഷാഹിന, ഈ എങ്ങോട്ടാ? കൂടെയുള്ള സാധ്യതയും പറയും, ഷാഹിന ഈ എവിടുക്കാ? ഞങ്ങൾ പെരുന്നാക്കിൽ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. നീ ഇങ്ങനെ എപ്പോഴും ഞങ്ങളെ കൂടെ നടന്ന് ഞങ്ങളെ ബാപ്പാൻ്റെ പൈസ മുഴുവൻ കഴിയും, ഞങ്ങൾക്ക് തന്നെ തികയണില്ല. നീ എന്തിനാ? അത് മൂത്താപ്പ എന്നോട് മാറ്റാൻ പറഞ്ഞതായിരുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഓ പിന്നെ നിനക്കുണ്ടല്ലോ ഡ്രസ്സ്, ഇത് കീറിയിട്ടുണ്ട് എന്ന് മൂത്താപ്പ പറഞ്ഞു. എന്നാൽ ഷാഹിനയുടെ അവസ്ഥ കണ്ട് അവൾ ശരിക്കും എന്ത് ചെയ്യണമെന്നായിപ്പോയി. സാജിദ, ഈ വരണ്ട, മാറ്റിട്ടോ അതൊക്കെ, ഞങ്ങൾ പലയിടത്ത് അല്ലെങ്കിലേ പൈസ ഇല്ല, ഈ ആയിട്ട് ഇനി വരണ്ട. എന്താന്നില്ലേ? എവിടുക്കാടിയേ? അപ്പോഴേക്കും മൂത്തമ്മ പറഞ്ഞു, എവിടുക്കായേ? അത് ഡ്രസ്സ് എടുക്കാൻ പെരുന്നാൾക്ക്. ചിലക്കാതെ മാറ്റിട്ടോ ഇവിടെ. ഇവിടെ കുറേ പണികളുണ്ട്, കണ്ടില്ലേ? ആ തോട്ടത്തിലൊക്കെ കുറേ ഓലയും മടലൊക്കെ വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് വെട്ടി ഒതുക്കി വെക്കടി പെണ്ണേ. ആ ഓലക്കൊടിയൊക്കെ പ്രത്യേകം ഒന്ന് വൃത്തിയാക്കി വെക്ക്, ഒക്കെ വെട്ടിരിഞ്ഞോ. ഉമ്മ, നീ വരണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അപ്പോഴൊക്കെ മൂത്താപ്പ, അതെ നിങ്ങൾ വരുന്നുണ്ടേ വരി, എനിക്ക് പോകണം. നിങ്ങളുടെ ഒരു കളി. അങ്ങനെ ഏതാ മൂത്തമ്മയും മക്കളും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് മൂത്താപ്പ, ഷാഹിൻ എവിടെ? അവൾക്കുള്ള ഡ്രസ്സ്. അവൾ വന്നില്ല, അവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഓ, ആ പെണ്ണിനിത് എന്തേ പറ്റിയത്? ഇനിയിപ്പോൾ ഒരു വരവ് എന്നെ കൊണ്ടാവൂല. ഏതായാലും ആ കുട്ടിക്ക് വന്നാൽ മതിയായിരുന്നു. വരാൻ ഞാൻ എന്ത് ചെയ്യാ? എത്ര വിളിച്ചു, വരണ്ടേ? ഓള് വരുന്നില്ല. അപ്പം പിന്നെ ഓള് കൂട്ടിയിട്ടുമില്ല. എന്താ കുട്ടി അങ്ങനെ ആയിപ്പോയത്? വല്ലാത്തൊരു പുതുമായല്ലോ. ഓ, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ. അതെ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചപ്പോഴാണ് ഷാഹിന. അവൾ ഒരിക്കൽ പോലും നമ്മൾ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു. അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ വേണ്ടാത്തെന്തിനും തലയിൽ വെച്ചതെന്ന്? എത്ര പറഞ്ഞതാണ്. അത് അവളെ വല്ല എത്തിങ്കാനൊക്കെ എത്തി കൊണ്ടുവിട്ടാൽ പോരായിരുന്നോ? ഉമ്മയും ബാപ്പയും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു മോള്, എന്നിട്ട് അവളെ നിങ്ങളാണ് ഏറ്റെടുത്തത്. എടി, എൻ്റെ അനിയൻ്റെ മോള്, പിന്നെ ഞാനല്ലാതെ ഏറ്റെടുക്കാനാ? അവൾ എൻ്റെയും കൂടി മോളല്ലേ, നിങ്ങളെയും കൂടെ മോള് കൊന്താണ്. അതെ, അതുകൊണ്ട് ഈ മക്കൾക്ക് സ്വതന്ത്രമായിട്ടൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തുണ്ടാക്കുമ്പോൾ അവൾക്കും വേണം. ഒരു മുട്ട പുഴുങ്ങുകയാണെങ്കിൽ അത് അവൾക്കും കൊടുക്കണം. അങ്ങനെയാണ് നിങ്ങളെ കണക്ക്. അതെ, അത് എൻ്റെ മോളെ പോലെ തന്നെ അവളെ കരുതണം, അല്ലാതെ ഒരിക്കൽ പോലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. ആ പിതാവ് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതൊട്ടും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാം അവൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തൊരു സുഖ പെണ്ണിനെന്നോ. എന്നാൽ പാവം ഷാഹിന ആ ഒരു പൊരുവയലത്തേക്ക് ഇറങ്ങി. അതാ അവിടെ തോട്ടത്തിലുണ്ടായിരുന്ന ഓലയും മടലും വിറകുമെല്ലാം
മുറിച്ച് സെറ്റാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾക്ക് കരച്ചിലും സന്തോഷം വന്നു. കാരണം മറ്റൊന്നുമല്ല, കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. എനിക്ക് എൻ്റെ ഉമ്മയോ ഉപ്പയോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഗതി വരില്ലായിരുന്നല്ലോ റബ്ബേ. അവൾ ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാൽ അവളെല്ലാം സംതൃപ്തിയോട് കൂടി ഓലയും മടലുമെല്ലാം വലിച്ചുകൂട്ടി വിറകാക്കുന്ന തിരക്കിലായി അവൾ. കാരണം വരുമ്പോഴേക്കും അതെല്ലാം വിറകുപുരയിൽ എത്തിച്ചില്ലെങ്കിൽ മൂത്തമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്നത് അതൊക്കെ കേൾക്കേണ്ടി വരും. അത്രക്കും മോശമായ ചീത്ത മൂത്തമ്മ പറയും. അതുകൊണ്ട് തന്നെ അവൾ ആ തോട്ടത്തിലൂടെ, പഠിച്ചോനെ അല്ലാ, വരുമ്പോഴേക്കും വിറകെല്ലാം സെറ്റാക്കണം. മഴ പെയ്ത് നനഞ്ഞാൽ അതും എനിക്ക് പ്രശ്നമായി തീരും. ശരിക്കും ഷാഹിന ഭയപ്പെട്ടു. അവർ വരുമ്പോഴേക്കും അങ്ങനെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവൾ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഈ സമയം അവരെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. ആ സ്ഥലത്താണ്. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. അതെ, ഷാഹിനാക്കുള്ളതും ഒരു കൂട്ടെടുത്തോളൂ. ഇനിയിപ്പോൾ ഓളെ കൊണ്ട് വരാനാവില്ല. ആ കുട്ടി എന്തൊരു കുട്ടിയാ, തലവേദന എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്നെടുത്ത് നമുക്ക് പോകാനുള്ളതല്ലേ. എൻ്റെ പൊന്നിക്ക, ഞാൻ എന്താ ചെയ്യുക? ആ പെണ്ണിനോട് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ. എന്താ ചെയ്യുക, അങ്ങനെ ആയിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരൊരു അത് പഠിച്ചതേ പാടൂ. അത്ര വാശി നമ്മൾ പറയുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവൾക്ക് കിടക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് വാശി കളഞ്ഞോട്ടെ. പക്ഷെ കേൾക്കൂല. ഞാൻ പരമാവധി വിളിച്ചു നോക്കും. മോളെ ഷാഹിന, നീ പോര്, ഡ്രസ്സ് എടുത്ത് വരാം. വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഓൾക്കും കുറച്ച് അഹങ്കാരം കൂടി തുടങ്ങുന്നുണ്ടല്ലേ. എന്നാലും വേണ്ടില്ല, ഒന്ന് അവൾക്കുള്ള എടുത്തോളി. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? എടുക്കാനാ പറഞ്ഞത്. അവൾ എൻ്റെ അനിയൻ്റെ എൻ്റെ മോളെ പോലെ തന്നെയാണ്. അത് എൻ്റെ അനിയനും എൻ്റെ അനിയൻ്റെ ഭാര്യയൊക്കെ അറിഞ്ഞാൽ എത്ര സങ്കടം. അവർ മരിച്ചു പോയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയത്. നമ്മളെ മക്കൾക്കാണെങ്കിലും അങ്ങനെ. അതെ, നിങ്ങളങ്ങനെ കൂടുതലായിട്ടൊന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്തോ, ഒരു കൂട്ടുന്ന ഇത് അവൾക്ക് എടുത്തോ. എന്നാൽ അതാ മൂത്തമ്മക്കും മക്കൾക്കും വളരെ ദേഷ്യമായിരുന്നു അവൾക്ക് ഡ്രസ്സ് എടുത്തതിൽ. അങ്ങനെ അതാ അവർ വീട്ടിലെത്തി. ആ മോളെ, ഈ എന്തേ വരാഞ്ഞത്? ഉപ്പ, അത് അവൾ മൂത്താപ്പയെ ഉപ്പയെന്ന് പലപ്പോഴും സ്നേഹത്തോടെ വിളിക്കുമായിരുന്നു. പക്ഷെ അത് കേൾക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. ഉപ്പാന്ന് എന്താന്നില്ലേ, മൂത്താപ്പെണ്ണൻ്റെ, അല്ലാതെ ഉപ്പ ഞങ്ങളുടെയാണ്. അവർ പുതിയ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഷാഹിന അത് നോക്കുന്നു. അവൾക്കും വല്ലാത്ത ആഗ്രഹം തോന്നി. അതെ, തൻ്റെ കീറിയ ഉടുപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്നവൾക്ക് തോന്നിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാൻ, വേറെ ഡ്രസ്സില്ല പുതിയത്. എന്നാൽ അതാ പെരുന്നാൾ ദിവസം വന്നെത്തി. എല്ലാവരും പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ടു. ഉമ്മ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു, മക്കളെ, മോളെ സാജിദ, പിന്നെ ഷാഹിനക്കുള്ള വസ്ത്രം കൊടുക്കണ്ട, അത് നിനക്ക് മറ്റൊരു കല്യാണം വരുന്നുണ്ട്, അന്നിടാം, അതെടുത്ത് വെച്ചേക്ക്, കാണിക്കണ്ട കേട്ടോ. ഉമ്മ അത് അതെ, അങ്ങനെ മതി, അവളിപ്പോൾ പുതിയ ഡ്രസ്സുണ്ട. അങ്ങനെ പെരുന്നാൾ ദിവസം എല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ വസ്ത്രമിട്ട് അവിടെ ഇരിക്കുന്നു. ബാപ്പ ചോദിച്ചു, എവിടെ ഷാഹിന? പുതിയ ഡ്രസ്സിട്ട് അവളെ കണ്ടില്ലല്ലോ. അവൾ ഇപ്പോൾ ഇടണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇടണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഇട്ടാൽ ചളിയാവെന്ന് പറഞ്ഞു. ശരിക്കും ആ പിതാവ് പറഞ്ഞു, ഓളെന്താ അങ്ങനെ, പെരുന്നാൾ ദിവസമെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഇടണ്ടേ. എന്നാൽ ശരിക്കും ഭക്ഷണം കഴിക്കാൻ അത് അവരുടെ കൂടെ ഇരിക്കാൻ പോലും മൂത്തമ്മ സമ്മതിച്ചില്ല. നീ അടുക്കളയിലെ ആ അമ്മമ്മ ഇരുന്നാൽ മതി, അല്ലാതെ അകത്തേക്കൊന്നും നീ പോകണ്ടേ, ഒരാവശ്യമില്ല. അവൾ സങ്കടപ്പെട്ടു. അത് ഉമ്മയും ഉപ്പയുമുള്ള പെരുന്നാൾ ദിവസം അവൾ ആലോചിച്ചു. എത്ര മനോഹരമായിരുന്നു, എത്ര സന്തോഷമായിരുന്നു. എന്ത് ചെയ്യാൻ, ആക്സിഡൻറ്റിൽ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടതോടുകൂടി എൻ്റെ എല്ലാ ജീവിതവും അങ്ങ് പോയി റബ്ബേ. എന്നാൽ അതാ എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമാണ് അവൾക്ക് ബിരിയാണി കൊടുത്തത്. മോളെ ഷാഹിന, മോളെ പെരുന്നാൾ ഡ്രസ്സിൽ കണ്ടില്ലല്ലോ, വേഗം മാറ്റിവാ. എന്നാൽ സാജിദ പറഞ്ഞു, എൻ്റെ പൊന്നാരുപ്പ, അവൾ അഹങ്കാരിയാണ്, അവൾക്ക് അഹങ്കാരമാണ്. നിങ്ങൾ പഠിപ്പിക്കാനൊന്നും വിടൊന്നുമില്ലല്ലോ അവളെ, അവൾക്ക് നല്ല അഹങ്കാരമാണ്. ആ അഹങ്കാരം കൊണ്ടാണ് അവൾ നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊന്നും വരാത്തത്. ഉപ്പ എന്തിനാ അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്? ശരിക്കും ഷാഹിനിൻ്റെ ആ ഒരു അവസ്ഥ, അവൾ ഒറ്റപ്പെട്ട് കഴിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെ അതാ മൂത്താപ്പാക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളെ കൂട്ടത്തിന് അവൾ ചേരുന്നില്ല, ഓളെ വേയാണ്ട് കെട്ടിച്ച് വിട്ടാളി. എന്തൊക്കെ തന്നെയായാലും എവിടെയെങ്കിലൊക്കെ പുതിയാപ്പിളാരുണ്ടാവും, ഇവിടെ നിന്നാണ്ട് ഒഴിവാക്കി വിടാം അവളെ, ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. എന്നാൽ ഒരു ദിവസം അതാ മൂത്തമ്മയുടെ ഏട്ടത്തി വിളിക്കുന്നു. പിന്നെ ഹലോ പറയേ.
ആ അതെ, നമ്മളെ അയൽവാസി ഒരു കോടീശ്വരനായ ഒരാളുണ്ടല്ലോ. അതാരാണ്? മമ്മൂട്ടി ഹാജിനെ നിങ്ങൾക്ക് അറിയില്ലേ? ആ, വലിയ കോടീശ്വരൻ. ആ അതെ, മൂപ്പരെ ഭാര്യ മരിച്ചിക്കണ്. മൂപ്പരെ ഭാര്യ മരിച്ച് മക്കളെ മൂപ്പർക്കില്ല. അപ്പോൾ ഒരു പെണ്ണിനെ വേണമെന്നുള്ള ഒരു ഇതുണ്ട്. അതായത് മൂപ്പരെ കാര്യങ്ങൾ നോക്കാനൊക്കെ. കാരണം ഈ പ്രായമായ സ്ഥിതിക്ക് ഒരിക്കൽ പോലും മൂപ്പർക്ക് വേറൊന്നിനും കഴിയൂലെങ്കിലും അയാളെ നോക്കാനൊരു പെണ്ണിനെ വേണം, ഒരു ഭാര്യ ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കണം. നിങ്ങൾ ആ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടെടി, കെട്ടിച്ച് ഒഴിവാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരെ കാര്യം നോക്കാൻ നല്ല നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. ഏക്കർ കണക്കിന് എത്രയോ കോടീശ്വരനാണ്, വലിയ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. എന്താ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടിട്ടോ. എന്നാൽ അതാ അന്ന് കടയിൽ നിന്ന് വന്ന മൂത്താപ്പയോട് മൂത്തമ്മ പറയുന്നു, അത് പിന്നെണ്ടല്ലോ മമ്മൂട്ടിയാജിനെ നിങ്ങൾക്കറിയോ? മമ്മൂട്ടിയാജി എന്ന് പറഞ്ഞാൽ വലിയ മുതലാളിയല്ലേ. എത്രങ്ങാനാണ് മൂപ്പര് സ്വത്തും മുതലും, കുറച്ചൊന്നല്ല. കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കണ കൃഷികളും കാര്യങ്ങളും റബ്ബറും അതൊക്കെ ആയിട്ട് അങ്ങനെ പോരാത്തിന് വണ്ടി കച്ചവടം, ബിസിനസ് പല രീതിയിൽ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മുതലാളിയല്ലേ മൂപ്പര്. എന്ത് കഴിഞ്ഞിട്ട് മൂപ്പരും ഭാര്യ മരിച്ചിക്കണ്. അപ്പോൾ നോക്കാൻ മരിച്ചതെന്ന് ആൾ പറഞ്ഞിട്ടിനു. നോക്കാൻ ആളില്ല. അപ്പോൾ ഒരാളെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിനു. അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അതെ, നമ്മളെ മോളുണ്ടല്ലോ ഷാഹിന. ഇപ്പോഴെങ്കിലും നമ്മളെ മോളെന്ന് പറഞ്ഞല്ലോ. മറ്റേത് നിങ്ങൾ അനിയൻ്റെ കുട്ടി എന്നേ പറയുള്ളൂ. പറയും. ഷാഹിനെ നമുക്കണ്ട് കെട്ടിച്ചു കൊടുത്താലോ? ശരിക്കും മൂത്താപ്പ ഞെട്ടി. പൊന്നാരെ, 19-56 വയസ്സുണ്ടതിന്. 90 എത്തി തുടങ്ങിയിരിക്കണ്. ഓനെക്കൊണ്ട് ഈ ഒരു 10-17 വയസ്സുള്ള ഈ പെൺകുട്ടിനെ കെട്ടിക്കേ? ഇജെന്തീ പറയണത്? അല്ലേ, ഓളേതെല്ലാം പഠിക്കാൻ ചോദിച്ചിട്ട് നമ്മൾ സമ്മതിച്ചിട്ടുമില്ലല്ലോ. ഇജെന്താ പെണ്ണെ ഈ പറയണത്? എന്താ 19-55 വയസ്സിലേറെ വരുന്നേ ആ ഒരു കിളവന് കെട്ടിച്ചെടുക്കേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇവിടെ നോക്കാനാവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അതിനെ കെട്ടിക്കഴിഞ്ഞാൽ മൂപ്പരെ സ്വത്തും മുതലും ഒക്കെ നമുക്ക് തന്നെ. എത്രയോ കോടീശ്വരനായ ആളല്ലേ, മക്കളില്ല. ഈ ഭാര്യൻ്റെ പേരിലായിരിക്കും ഇനി കിട്ടുള്ള. ഭാര്യ മരിച്ചും ചെയ്തു. എങ്ങനെയുണ്ട് ഐഡിയ? എന്നാൽ അത് കേട്ടപ്പോൾ മൂത്താപ്പ ഒന്ന് ചിന്തിച്ചു. അത് വേണോ? ആ ഒരു ചെറിയ പെൺകുട്ടിനെ ബലിയാടാക്കണോ? അതിനെന്താ? നിങ്ങളെന്തേ പറഞ്ഞു? നിങ്ങളോട് ഞാൻ പറയണില്ലൊന്നും. വല്ലാത്തൊരു പുതുമന്നെ. നമ്മളെ മക്കളെ കെട്ടിക്കാനുള്ള പൊന്നും പണ്ടും പൈസക്ക് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ സ്ത്രീധനം തന്നെ ഒരു സംഖ്യ നമുക്ക് ചോദിക്കണം. ഓൾക്ക് മഹറായിട്ട് തരുന്ന പൈസ എന്ന് വെച്ചാൽ അത് നല്ലോണം നമ്മൾ വാങ്ങുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട് വലുതാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ ഈ ചെറിയ കുടിലിൽ നിന്ന് നമ്മൾ എന്നാ ഒന്ന് മോചിതയാകുക. വല്ലാത്തൊരു കഷ്ടം തന്നെ. ആ കൊച്ചു കുടിലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണമല്ലേ? എന്തോ ഒരു ചെറിയ വീടാണ് നമ്മളെ വീട്. നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണത്തിന് ഓക്കെ പറയാം. എടി, നമ്മളോട് പഠിച്ചോ പൊറുക്കുമോ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ? കാരണം പാവം പെണ്ണാണ്, 10-17 വയസ്സാണ് ആയിട്ടുള്ളൂ. അതെ, അത് അടുത്ത ജൂണിക്കൊക്കെ 18 ആവും. അതല്ല, എന്നാലും ഒരു 85 വയസ്സുള്ള യുവാവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അനിയനത് പൊറുക്കോ? നിങ്ങളെ അനിയന് മരിച്ച് മണ്ണിനടി പോയിക്കണ്. ഇപ്പോഴും അതിനെ ഓർത്തുങ്ങൾ നിന്നോളി. അവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ എന്നോ ആയിപ്പോയി. ഇപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നല്ല കിട്ടിയ ചാൻസാണ്. നിങ്ങൾ മുതലായിക്കോളി. നമ്മളെ വീടും പരിസരവും ഒക്കെ നമുക്ക് നന്നാക്കാം. നമ്മളെ കൊച്ചു കുടിലിൽ നിന്ന് നല്ലൊരു വീട്ടിലേക്ക് നമുക്ക് താമസം മാറാം. നമ്മുടെ മക്കൾക്കും നല്ല സുഖമായിരിക്കും. നിങ്ങൾ സമാധാനപ്പെടി. എന്നാൽ ഈ സമയം സാജിദയോട് ഉമ്മ പറഞ്ഞു, മോളെ, പിന്നെണ്ടല്ലോ, നമ്മൾ ഷാഹിനാനെ പെണ്ണ് കാണാൻ വരും. ഷാഹിനാനെ? അതെന്തോ ഉമ്മ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓളെ കെട്ടിക്കണത്? അല്ല മോളെ, അത് ഓൾക്ക് പറ്റിയ പുതിയാപ്പിളാണ്. എന്തോ ഉമ്മ നിങ്ങളെ പറയണത്? എനിക്ക് 18 വയസ്സായിക്കണ്. അവൾക്കോ 17. ഞാനല്ല ഓളെക്കാളും മൂത്തത്. എടി പെണ്ണെ, ഇജ്ജ് കേട്ടാൽ പുതിയാപ്പിളിനെ പറ്റി കേട്ടാൽ ഈ ഒരിക്കലും സമ്മതിക്കൂല. ഈ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കല്ലേ. ഉമ്മ എന്താ പറയണത്? ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവളെ കെട്ടിക്കണ ഒരിക്കലും ശരിയല്ല. ഈ നോക്കിക്കോ. എന്നാൽ അതാ ഷാഹിനയോട് പറയുന്നു, മോളെ ഷാഹിന, ഈ ഒന്ന് മാറ്റി നിന്നോ, അന്നെന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവൾ ഞെട്ടിത്തെരിച്ചു. ഒരുപാട് ആഗ്രഹമായിരുന്നു പഠിച്ചൊരു ഡോക്ടറാണ് എന്നുള്ളത്. പക്ഷെ +2 വരെ കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിച്ചില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്നെ പെണ്ണ് കാണാൻ വരെ.
മൂത്തമ്മ അതിപ്പോൾ വേണ്ട. അതെന്താടി പറയണങ്ങോട്ട് കേട്ടാൽ മതി. അല്ല പിന്നെ ഈ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കും വേണ്ട, ചോദിക്കും ഒന്നും വേണ്ട. പറയണ അങ്ങോട്ട് കേട്ടാൽ മതി മോളെ, അല്ലാതെ ഇങ്ങോട്ട് എന്നെ നാവുകൊണ്ട് അലക്കാൻ നിൽക്കണ്ട. അവളുടെ മനസ്സിനുള്ളിലെ ആഗ്രഹം അത് ഡോക്ടറാവണം എന്നുള്ള ആഗ്രഹം. പക്ഷേ +2 വരെ കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കാത്ത മൂത്തമ്മ എല്ലാം കൂടി ആലോചിച്ചപ്പോഴേ അവൾ വിഷമിച്ചു. എങ്കിലും അവൾ വിചാരിക്കുകയാണ്, റബ്ബേ എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. എന്ത് ചെയ്യാൻ, പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവളുടെ സ്വപ്നങ്ങളെ അവൾ ചിത്രങ്ങളിലൂടെ വരച്ചു കാണിച്ചു. ഡോക്ടറാകുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങൾ. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ കെട്ടടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരാളുടെ ഭാര്യയാകാൻ പോവുകയാണ്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉപ്പ വന്ന് പറഞ്ഞു, അതേ അവരിങ്ങ് എത്തുന്നുണ്ട്. അവൾ വീണ്ടും ആ സ്റ്റെതസ്കോപ്പിൻ്റെ ചിത്രത്തിലേക്ക് തന്നെ നോക്കി. തൻ്റെ ഡോക്ടർ എന്നുള്ള ആ ഒരു സ്വപ്നം ഇവിടെ വീണ്ടും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അവളുടെ സ്വപ്നങ്ങളെല്ലാം അവൾ ഒരു പുസ്തകത്താളിൽ എഴുതി കുറിച്ചിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആളുകൾ അകത്തേക്ക് കയറി. എന്നാൽ സാജിദയെ വിളിച്ച് ഉമ്മ കാണിച്ചു കൊടുത്തു. എടി പെണ്ണേ, അങ്ങോട്ട് നോക്ക്. അയ്യേ അതാരാ? ആ പുതിയാപ്പിള ചെക്കൻ്റെ ഉപ്പയായിരിക്കില്ലേ? ഉപ്പയും കൂടെ ആരും ഉണ്ടല്ലോ. ഉണ്ട്. ഓ, കൂടെ വന്ന ആൾക്ക് ഗ്ലാമറുണ്ട്, ഉപ്പക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും. ആ പിന്നെ മോളെ, പുതിയാപ്പിള ചെക്കൻ അതന്നെയാണ്. പഠിച്ചോനെ, ഇത്രയ്ക്കും പ്രായമായ ഇയാളോ? മിണ്ടണ്ട, ഷായിന അറിയണ്ട. ഷായിന. ആ ഉമ്മ. എന്നാ ഈ ചായ കൊണ്ടേ കൊടുത്താളാ. അവളുടെ കൈകളിൽ ചായ കൊടുക്കുന്നു. അങ്ങോട്ട് പോയടി, അങ്ങോട്ട് ചെല്ല്. അവളതാ ചായയുമായി നേരെ അവരുടെ മുമ്പിലേക്ക്. എന്നാൽ അവൾ ആ ചായയുമായി അവരുടെ മുമ്പിലെത്തി നോക്കിയപ്പോൾ ശരിക്കും അവൾക്ക് ഏതാണ് പുതിയാപ്പിള ഏതാണ് ഉപ്പ ഒന്നൊന്നും അറിയാം അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്നാൽ ഒരു വൃദ്ധനായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യുവാവുമായിരുന്നു ഉണ്ടായിരുന്നത്. വൃദ്ധനും യുവാവും ശരിക്കും ഇപ്പോൾ ഏതാണ് ഇത്? വൃദ്ധൻ്റെ കൂടെയുള്ള യുവാവ് ആയിരിക്കോ? അവൾ ആകാംക്ഷ എന്തൊക്കെയോ തോന്നി. എന്നാൽ അവർ ചായ എടുത്തു. പെട്ടെന്ന് ആ വൃദ്ധൻ്റെ ശബ്ദം, എന്താ മോളുടെ പേര്? ഷായിന. അതെ, ഉപ്പയായിരിക്കും ചെക്കൻ്റെ, അപ്പുറത്തുള്ളായിരിക്കും ചെക്കനെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനല്ലോ പുതിയാപ്പിള, ഇദ്ദേഹമാണ് മമ്മൂട്ടി ഹാജി, ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്ന ആചാരാണ്. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. യാ റബ്ബേ, അവൾ കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ഓടി. എവിടേക്കാണ് ഷായിന ഈ ഓടുന്നത്? അവൾ തൻ്റെ ബെഡിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഇതാണോ എൻ്റെ? എന്നാൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവ് അങ്ങോട്ട് വന്നു. മോളെ ഷായിന, മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. 85 വയസ്സുള്ള അദ്ദേഹമാണ് മോളുടെ ഭർത്താവ്. ഈ കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു, സാരമില്ല, മോൾ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് മൂത്താപ്പ വാതിലടച്ച് പോയി. ശരിക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അവൾ ഒരുപാട് സമയം കരഞ്ഞു തളർന്നിരുന്നു. പെട്ടെന്ന് മൂത്തമ്മ വന്നു. എടി, വല്ലാതെ മോങ്ങണ്ട. അതേ 2-3 ദിവസത്തിനുള്ളിൽ നിക്കാവും കല്യാണമൊക്കെ ഉണ്ട്, വേഗം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. മൂത്തമ്മ, അത് അത്രക്കും വലിയ ഒന്ന് പോടി അവിടുന്ന്, ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടണമെങ്കിൽ അതന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നല്ലോണം സ്വത്തും മുതലുണ്ട് അവർക്ക്. അയാളിപ്പോൾ തട്ടിപ്പോയില്ല, അതൊക്കെ എനിക്ക് കിട്ടും, പിന്നെ നമുക്കും കിട്ടും. എന്താ, എങ്ങനെയുണ്ട്? അവൾ വീണ്ടും അവളുടെ സ്വപ്നങ്ങളിലേക്ക് കയറി ചെന്നു. അതെ, അവൾ ഓർത്തു, അതെല്ലാം എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ, അതെല്ലാം വീണ്ടും. അവളുടെ കണ്ണുനീർ ഒരു തുള്ളി അതിലേക്ക് ഉറ്റി വീണു. മമ്മൂട്ടി ഹാജിയുടെ വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഓ മമ്മൂട്ടി ഹാജിക്ക് 10-17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് കിട്ടുന്നത്. അല്ലെങ്കിലും ഇപ്പോൾ എന്തിനാലേ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ? കുറച്ച് പ്രായമായവരെയൊക്കെ നോക്കിയാൽ പോരെ? അതല്ലേ നല്ലത്? പാവം ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ തളച്ചിടും ഇനി. പക്ഷേ ഭയങ്കര സ്വത്തിൻ്റെ അവകാശിയാണ്, ആ സ്വത്തെല്ലാം അവൾക്കായിരിക്കും കിട്ടുക. പല രീതിയിലും പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരുന്നു.
എല്ലാവരും അതിനു വേണ്ടി കാത്തിരുന്നു. എന്തൊക്കെയാവുന്നാവോ, മൂപ്പർക്കാണെങ്കിൽ എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ എന്തായി തീരും എന്തോ. എന്നാൽ ഈ സമയം അതാ ഷാഹിനയുടെ ആ വീട്ടിൽ അവൾ ആ 4 ചുവരുകൾക്കിടയിൽ ഇരുന്ന് കരയുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, 85 വയസ്സുള്ള ഒരാളുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യം ആലോചിച്ച് അല്ലാ എന്ത് ചെയ്യും. അവൾ തൻ്റെ ഉമ്മയും ഉപ്പയും ഓർത്തു. ഒരിക്കൽ പോലും ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നും. എന്നാൽ ഈ സമയം മമ്മൂട്ടി ഹാജിയുടെ വീട് വളരെയധികം മനോഹരമായി വിശാലമായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അതാ തോഴിമാർ വന്ന് ഷാഹിനിയെ അണിയിച്ചൊരുക്കി അവളെ അതാ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൾക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തനിക്കൊരുപാട് ദുരിതങ്ങളും തനിക്കൊരുപാട് വിഷമങ്ങളും വേദനകളും അനുഭവിച്ച സ്ഥലമാണ് ഇവിടം. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ അവൾക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം മൂത്തമ്മയും മക്കളൊക്കെ എന്നോട് വളരെയധികം മോശമായിട്ടാണ് പെരുമാറിയത്. പെരുന്നാൾക്കൊരു ഡ്രസ്സ് പോലും അവരെനിക്ക് എടുത്തു തന്നില്ല, എടുത്ത ഡ്രസ്സ് തന്നതുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമകരമായിട്ട് ഇറങ്ങിപ്പോകുന്ന അവൾക്ക് തോന്നി, അതെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് ഞാൻ അയാളെ കാണും എന്നുള്ള രീതിയിൽ അവൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി നേരെ അതാ മമ്മൂട്ടി ഹാജിയുടെ വീട്ടിലെത്തി. മമ്മൂട്ടി ഹാജിയുടെ വീട്ടിലെ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം കണ്ട് അവൾ ഞെട്ടിയതൊന്നുമില്ല. അവൾ ഒരു നിമിഷം തോന്നിപ്പോയി, അതെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ ഇതെല്ലാം എനിക്ക് അറിയുന്നില്ല. അങ്ങനെ അതാ ആ ദിവസം എല്ലാവരും അവളെ കണ്ട്, ശരിക്കും സുന്ദരിയായ പെണ്ണിനെ കണ്ട് അത്ഭുതപ്പെട്ടു. എത്ര സുന്ദരിയായ പെണ്ണാണ് ആ പെണ്ണ്, കണ്ടില്ലേ? വളരെയധികം മനോഹരമായൊരു പെണ്ണ്, അത് ചെറിയ പ്രായത്തിൽ ഈ ഒരു വൃദ്ധൻ്റെ മണിയറയിലേക്ക് കടന്നു വരാമെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ഒരു സങ്കടമുള്ള കാഴ്ചയല്ലേ. അങ്ങനെ അതാ അവർ മമ്മൂട്ടി ഹാജിയുടെ റൂമിലെത്തി. അയാളുടെ വീട്ടിലെ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം കണ്ട് അവൾ ഒരു നിമിഷം ഒന്ന് നോക്കി എന്നല്ലാതെ കൂടുതലായൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നാൽ അന്നതാ മമ്മൂട്ടി ഹാജിയുടെ മണിയറയിലേക്ക് ആ 17കാരി പെണ്ണ് അതാ കിടക്കുകയാണ്. അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല. പക്ഷേ എങ്കിലും ചെറിയൊരു എന്തൊക്കെയോ ഒരു മനസ്സിലെ അസ്വസ്ഥതയായിരുന്നു. കാരണം അയാളെ കണ്ടിട്ട് ഒരു പിതാവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതാ അവൾ ആ മണിയറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മോളെ ഷാഹിന, ആ ഇക്ക വിളിച്ചു. ആ ഇവിടെ ഇരിക്ക്. അയാളുടെ ബെഡിൽ അവളോട് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇരിക്കും മോളെ. മോളെ, ഈ ഒരു പ്രായത്തിൽ മോൾക്ക് എന്നെ വിവാഹം കഴിക്കുവാൻ എന്താണ് തോന്നാൻ കാരണം? അത് വീട്ടിലെ അവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ. ഓ ശരി, എന്നാലും മോൾ ക്ഷമിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ മോളെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്. അതെ, നീ എന്നെ ഉപ്പയുടെ സ്ഥാനത്ത് എന്നെ ഉപ്പ എന്ന് വിളിച്ചാൽ മതി, എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊക്കെ കേട്ടോ. എൻ്റെ മോൾക്ക് സുഖസുന്ദരമായി ഇതാ ഈ റൂമല്ല മറ്റു റൂമിൽ കഴിയാം. ഈ റൂമിൽ ഉപ്പാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മോൾ ചെയ്തു തന്നാൽ മതി, ഞാൻ വിളിക്കുകയാണെങ്കിൽ. അല്ലാതെ മോളൊരിക്കലും ഞാൻ ബുദ്ധിമുട്ടാക്കില്ല. ശരിക്കും അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാഹിനക്ക് സന്തോഷമായി. ഉപ്പാ. അതെ, ഷാഹിന അയാളുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങി. പാവം, അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അദ്ദേഹത്തിനുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. 85 വയസ്സുള്ള പ്രായമായ ആ ഒരു പിതാവിനോടൊപ്പം കഴിയുന്ന പോലെ അവൾക്ക് തോന്നി. എൻ്റെ ഉപ്പയുടെ സ്ഥാനത്താണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത്. എന്നാൽ ഒരു ദിവസം ആ പിതാവ് ഷാഹിനെ വിളിച്ചു. മോളെ ഷാഹിന, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് പറയുവാനുണ്ട്, മോളൊന്ന് ഇവിടെ ഇരിക്കണം. അങ്ങനെ അതാ ആ പിതാവ് അവളെ വിളിച്ചു. അവൾ അങ്ങോട്ട് ചെന്നു. എന്താണുപ്പാ? മോളെ, മോൾക്ക് എന്തായിരുന്നു ആഗ്രഹം? ഉപ്പാ, എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഉപ്പാ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും അത് ആഗ്രഹിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെ പരിപാലിക്കുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരിക എന്നതാണ് എൻ്റെ കടമ. അതുകൊണ്ട് ഞാനത് നിർവഹിക്കാണ്. മോള് വിഷമിക്കല്ലേ, എല്ലാത്തിനൊരു ദിവസമുണ്ടാകും. അങ്ങനെ അത് ബന്ധുക്കൾ വന്നു തുടങ്ങി. അതേ, ഞങ്ങൾക്കുള്ള സ്ഥലങ്ങൾ തെങ്ങുന്നേക്ക്. ഇനി നിങ്ങളെങ്ങാനും പെട്ടെന്ന് മരണപ്പെട്ടു പോയാലേ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നമായി തീരും. ഏക്കർ കണക്കിന് തോട്ടങ്ങളും എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങളുടെ പേരിലാക്കി തന്നേക്ക്.
അങ്ങനെ അയാളുടെ ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. എന്നാൽ അദ്ദേഹം ബന്ധുക്കളോടായിട്ട് പറഞ്ഞു, ഞാനെല്ലാം പറയാം കേട്ടോ, നിങ്ങളൊന്നും വിഷമിക്കില്ലേ. പിന്നെ പ്രായമായ സമയത്ത് എന്നെ പരിചരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, ഈ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരോടുമായി അയാൾ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിനിടയിൽ ആ വീട്ടിലേക്ക് ഒരു വക്കീൽ വരുന്നു. വക്കീലും ഉപ്പയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. മോളെ ഷാഹിന, മോളൊന്ന് പുറത്തേക്ക് നിൽക്കാമോ? അതെ ഉപ്പ, ഞാൻ നിന്നോളാം. അവൾ പുറത്തേക്ക് നിന്നു. വക്കീലും ആ പിതാവും എന്തൊക്കെയോ ചർച്ചകളിൽ ഏർപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറപ്പെട്ടു പോയി. എന്നാൽ ഷാഹിന കാര്യമൊന്നും അറിഞ്ഞില്ല. അപ്പോഴും അവൾ ഉപ്പയുടെ ആരോഗ്യസ്ഥിതിയിലായിരുന്നു. നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ ഉപ്പ, കുറച്ച് തലയിൽ ഞാൻ ഷീല നനച്ചിട്ട് തരട്ടെ? മോളെ അതൊന്നും വേണ്ട, അതൊക്കെ ഇനി ഞാൻ അധികമൊന്നും ഉണ്ടാവില്ല, ഇനി കുറച്ച് ദിവസം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. എങ്കിലും അവൾക്കവിടെ സമാധാനമായിരുന്നു. ആ ഒരു വീടും ഒരുപാട് സ്ഥലങ്ങളുള്ളതും എല്ലാം കൂടി ആലോചിച്ചിട്ട് അവൾക്ക് ടെൻഷനൊന്നും ഉണ്ടായില്ല. അവൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. കാരണം ആ പിതാവിൻ്റെ കാര്യങ്ങൾ നോക്കലായിരുന്നു അവളുടെ മെയിൻ ഉദ്ദേശം. അയാൾക്കൊന്നും സംഭവിക്കരുത്. എന്തൊക്കെ തന്നെയാലും പ്രായമായ അവസ്ഥയിൽ ഒരു മകളെപ്പോലെ തന്നെ പരിചരിക്കാൻ ഷാഹിന വന്നതിൽ ഒത്തിരി സന്തോഷിച്ചു അയാൾ. ആ പിതാവിൻ്റെ കാര്യത്തിൽ അവൾ അത്യധികം സന്തോഷത്തിലായിരുന്നു. കാരണം അവൾ ഓർത്തു, അതെ, തൻ്റെ കാലിലെ ആ മുറിവിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു, മോളെ കാലിൽ എന്ത് പറ്റി? അത് ഉപ്പ അറിയാതെ കത്തി തട്ടിയതായിരിക്കില്ല, സാരമില്ല, ഇനി അങ്ങനെയുള്ള ജോലിയൊന്നും മോൾക്ക് ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു ദിവസം അവളോടായിട്ട് പറഞ്ഞു, മോളെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനൊക്കെ ഉണ്ട്, എനിക്കിനി അധികമൊന്നും ഉണ്ടാവില്ല മോളെ, മെഡിസിനൊക്കെ മതി കഴിച്ചത്. ഉപ്പ അത് പറയല്ലേ, നിങ്ങളെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് സമാധാനമാണ്, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കൂടെ ജീവിക്കുന്ന പോലെയാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരും ഉണ്ടാവില്ലപ്പാ, നിങ്ങൾ പോവല്ലേ. ഇത്ര വലിയ വീടും കൊട്ടാരങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എനിക്കിവിടെ സമാധാനമുണ്ട്. അതെ, കാരണം നിങ്ങൾ പ്രായമായൊരു ഉപ്പ ഉണ്ടായിട്ട്, കാരണം ഞാൻ ജീവിച്ച സ്ഥലവും സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കൊരിക്കലും സമാധാനം ഉണ്ടാകുമായിരുന്നില്ല. ഞാനെപ്പോഴും വളരെയധികം വിഷമത്തിലായിരുന്നു, ടെൻഷനിലായിരുന്നു. ഉപ്പ നിങ്ങൾ പെട്ടെന്നൊന്ന് എന്നെ വിട്ടു പോവല്ലേ. മോള് വിഷമിക്കണ്ട. അതെ, 10, 85, 87, 90 ഞാൻ എത്തിത്തുടങ്ങുകയാണ്. ഇത്രയും കാലം സുഖസുന്ദരമായി ജീവിച്ചില്ലേ, മതി മോളെ, ഇനി മതി, ഇനി ഉപ്പ പോട്ടെ. ശരിക്കും ആ പിതാവ് വളരെയധികം വിഷമിച്ചു. മകളെ വിട്ട് പോകുന്ന കാര്യത്തിൽ മോള് വിഷമിക്കണ്ട, കാരണം നിനക്ക് ഉള്ളതൊക്കെ ഉണ്ടാകും, മോള് വിഷമിക്കണ്ട, ഞാൻ പോയാൽ. ഉപ്പ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല, എനിക്കിഷ്ടമില്ല അവിടെ. മോളെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളിട്ടോ. അങ്ങനെ ആ ഒരു ദിവസം അവൾ എന്തോ ശബ്ദം കേട്ട് പോയി നോക്കി. അതെ, വെള്ളം. ഉപ്പ എന്തു പറ്റി? അവൾ ഉപ്പയെ പതുക്കെ ചെരിച്ച് കിടത്തി. ഉപ്പ ഇതാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മോളെ എന്തൊക്കെ തന്നെയാലും മോള് നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ, എവിടെ നിന്ന് അങ്ങോട്ടും പോയത് കേട്ടോ മോള്. ഉപ്പ അങ്ങനെ അവൾ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. മോളെ പോട്ടെ. അവളുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുകളടച്ചു. ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു. അങ്ങനെ അദ്ദേഹം കലിമ ചൊല്ലിക്കൊണ്ട് അവിടെ മരണപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഉപ്പയില്ലാത്ത ജീവിതം ഇനി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും? അവൾ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ ആ വീട്ടിൽ പൊട്ടിക്കരഞ്ഞു. അവിടെയുള്ള ജോലിക്കാരെയും വേലക്കാരെയും എല്ലാവരും വിളിച്ചു. എല്ലാവരും ഓടി വന്നു. അല്ലാ, മമ്മൂട്ടിക്ക് പോയോ? അദ്ദേഹം ഉള്ളത് വളരെയധികം ഒരു ആശ്വാസമായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും വളരെയധികം സഹായം നൽകിയിരുന്ന ആളായിരുന്നു. മമ്മൂട്ടിക്ക് പോയോ? എന്നാൽ ഇത് കേട്ടറിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാം ഇരച്ചെത്തി. ആ ഒരു റബ്ബർ ആ ഭാഗം, തെക്കേ ഭാഗം മുഴുവൻ എനിക്ക് വേണം. പിന്നെ അപ്പുറത്തുള്ള ആ ഒരു എസ്റ്റേറ്റ് എനിക്ക് വേണം. പിന്നെ വാഹനത്തിൻ്റെ ഷോപ്പ് അത് ഞാൻ എടുത്തോളാം. അങ്ങനെ എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം തിരിഞ്ഞു പിടിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അറിഞ്ഞുകൊണ്ട് മൂത്തമ്മയും വന്നു. അതിനിടയിൽ അവളുടെ മൂത്താപ്പ മരണപ്പെട്ടിരുന്നു. മൂത്തമ്മയും ഓടിയെത്തി. മോളെ ഞമ്മക്കുള്ളത് എവിടെ? ഇതാർക്കും തരൂല, ഇതെൻ്റെ മോളതാണ്. ഇതൊക്കെ ഒരു കുട്ടിക്ക് ഒന്നും തരൂല, എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടാണ്ടൊക്കെ, കാരണം മൂപ്പനെ നോക്കിയത് അവളാണ് എന്ന് പറഞ്ഞ് മൂത്തമ്മ വളരെയധികം സന്തോഷത്തോടു കൂടി അങ്ങോട്ട് എത്തി.
എന്നാൽ മൂത്തമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഷാഹിനക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. കാരണം ഒരു ഡ്രസ്സ് പോലെ എടുത്തു തരാൻ സമ്മതിച്ചില്ല, എടുത്ത ഡ്രസ്സ് തന്നതുമില്ല, ഭക്ഷണം തരില്ല, എന്നെ ഒരുപാട് ഉപദ്രവിച്ച് കാലിന് വെട്ടി അത്രയ്ക്കും ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കി എൻ്റെ മൂത്തമ്മ. പക്ഷേ എന്തു ചെയ്യും, മൂത്തമ്മ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവുമാണ് വന്നത്. എന്നാൽ മൂത്തമ്മയോട് അവൾ കാര്യമായിട്ട് പറഞ്ഞില്ല. എങ്കിലും അവൾ ഒരു കാര്യം പറഞ്ഞു. മൂത്തമ്മ, അവിടുന്ന് നിങ്ങൾ എന്നെ ആട്ടിവിട്ടു, നിങ്ങളെനിക്കൊന്നും തന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? ഇതൊന്നും എൻ്റേതല്ല, ഇതൊക്കെ മമ്മൂട്ടി ഹാജിയുടേതാണ്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതൊരിക്കലും പൊന്നു മോളെ, നിനക്ക് കിട്ടിയ സ്ത്രീധനം കൊണ്ടല്ലേ നമ്മൾ വീട് ശരിയാക്കിയതും ഒക്കെ, ഒരുപാട് സ്വർണ്ണങ്ങൾ വാങ്ങിയിട്ടതൊക്കെ അതുകൊണ്ടല്ലേ മോളെ. ഇത് മോളുടെ പേരിലാക്കാൻ നോക്ക്. മോളല്ല അദ്ദേഹത്തെ നോക്കിയത്. വേഗം ആ സ്ഥലവും പറമ്പും വീടൊക്കെ പേരിലാക്കാൻ നോക്കും മോളെ. എന്താ മോൾ ഇങ്ങനെ? ശരിക്കും അതാ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം, പറമ്പ്, അതിലൊന്നും അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോഴേക്കും കുടുംബക്കാരും വന്ന് പ്രശ്നങ്ങളായി. ആ ഭാഗം എനിക്ക്, ഈ ഭാഗം എനിക്ക് എന്ന് പറഞ്ഞ് അവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. പെട്ടെന്ന് അത് അവരുടെ ആ വലിയ മുറ്റത്തേക്ക് വലിയൊരു കാറ് അങ്ങോട്ട് കടന്നു വരുന്നു. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി, നിങ്ങൾ ആരും എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എല്ലാ കാര്യങ്ങളും മമ്മൂട്ടി ഹാജിക്ക ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വോയിസ് അടക്കം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം, ആർക്കൊക്കെ എന്തൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും വരൂ. എല്ലാവരും ആകാംക്ഷയോടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അതെ, അതിൽ ഒരു തരി അവകാശം പോലും അവരുടെ ബന്ധുക്കൾക്ക് അയാൾ എഴുതി കൊടുത്തിട്ടില്ല. കാരണം ബന്ധുക്കൾ പ്രായമായ അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ നോക്കുവാനോ സുഖവിവരം അന്വേഷിക്കാനോ വന്നില്ല. വെറും സ്ഥലത്തിന് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം വന്നത്. അവരുടെ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു വന്നത്, അല്ലാതെ ഒരിക്കൽ പോലും ആരും നോക്കിയില്ല. ആ സമയത്തെല്ലാം എനിക്കെൻ്റെ പൊന്നുമോൾ, അതെൻ്റെ ഭാര്യയായി കടന്നു വന്ന പൊന്നുമോൾ ഷാഹിനിയാണ് എല്ലാം നോക്കിയത്, എൻ്റെ എല്ലാ കാര്യങ്ങളും. അവൾക്ക് പ്രത്യേകം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഡോക്ടറാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഡോക്ടറാക്കണം. അതുമാത്രമല്ല അതിൽ ഹോസ്പിറ്റലും പണിയണം അവരുടേതായ പേരിൽ. ശരിക്കും ബന്ധുക്കൾ ദേഷ്യം കൊണ്ട് പല്ല് ഞെരിച്ചു. പിന്നെ അവളെ ആ ഒരു ചെറിയ കൊച്ചു വീട്ടിൽ കഴിഞ്ഞു വന്ന ആ പെണ്ണിനെ അവൾക്കാണുള്ളത് മുഴുവൻ, എന്താന്നില്ലേ. എന്നാൽ വക്കീൽ പറഞ്ഞു, ഓക്കെ അല്ലേ, വോയിസ് കൂടി കേൾപ്പിക്കാം. എന്നാൽ അവസാനമായി ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിൻ്റെയും ഷാഹിനയുടെയും പേരിലാണ് പിന്നെ ഒരു ഭാഗത്തുള്ള സ്വത്ത് മുഴുവൻ. ശരിക്കും ഇത് ഇങ്ങനൊരു മകന് അവർക്കില്ലല്ലോ, ഇങ്ങനൊരു മകൻ തന്നെ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എല്ലാവരും അത് പറഞ്ഞു. അതെ, ഇതൊരിക്കലും എൻ്റെ മകനല്ല, പക്ഷേ എൻ്റെ പെങ്ങളുടെ മകനാണ്. എൻ്റെ പെങ്ങളുടെ മകൻ ഇന്ന് സൽമാനുൽ ഫാരിസ് എന്ന പേരുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവനക്കുള്ളതാണ് ഈ ഒരു ഭാഗം. ശരിക്കും ബന്ധുക്കളെല്ലാം ഞെട്ടിപ്പോയി. ഇതിപ്പോൾ എങ്ങനെ? എന്നാൽ അതിൻ്റെ താഴെയായി മറ്റൊരു വസിയത്തും അദ്ദേഹം എഴുതിയിരുന്നു. എൻ്റെ ഭാര്യയായി കടന്നു വന്ന ഷാഹിന എന്ന പൊന്നുമോള്, അവൾക്ക് വേണ്ടി സൽമാനുൽ ഫാരിസിനെ നിക്കാഹ് ചെയ്തു കൊടുക്കണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അങ്ങനെ അത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുകയായിരുന്നു. ശരിക്കും ഷാഹിനയും ഞെട്ടിപ്പോയി. അത് ചെറുപ്രായക്കാരനായ ഒരാൾ, തീരെ വിവാഹം കഴിക്കാത്ത ഒരാൾ എന്നെ വിവാഹം കഴിക്കുകയോ? ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ശരിയാണ്, ഞാനിപ്പോഴും വിവാഹം കഴിക്കാത്തൊരു പെണ്ണിനെ പോലെ തന്നെയാണ്. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് അയാളെ ഞാൻ കണ്ടത്. ആ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ, എന്നാൽ നിക്കാഹ് കർമ്മം അവിടെ വെച്ച് തന്നെ നടക്കുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതും നടന്ന് ഷാഹിനയുടെ കൈ പിടിക്കാൻ അവനെത്തി. മോളെ ഷാഹിന, അതെ, എൻ്റെ അമ്മാവൻ്റെ കൂടി ഒരാഗ്രഹമായിരുന്നു നീ അവളെ വിവാഹം കഴിക്കണം എന്നുള്ളത്. നിന്നെ ഒരു പരീക്ഷണാർത്ഥം വിവാഹം കഴിച്ചതായിരുന്നു അദ്ദേഹം, അല്ലാതെ ഒരിക്കൽ പോലും നീ അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാനത്താണ് കഴിഞ്ഞത് അല്ലേ? അതെ. അതുകൊണ്ട് പൊന്നുമോള് വിഷമിക്കണ്ട മോളെ, ഞാൻ നിക്കാഹ് കഴിച്ചു, അൽഹംദുലില്ലാ. ഇനി നമുക്ക് സുഖസുന്ദരമായ ജീവിതം നയിക്കണം. പിന്നെ എൻ്റെ അമ്മാവൻ്റെ ആഗ്രഹം ഒന്നുകൂടി ഉണ്ടായിരുന്നു, നിന്നെ ഡോക്ടറാക്കണം എന്നുള്ളത്. ഇന്നു മുതൽ നിനക്ക് ഡോക്ടറാവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. സുന്ദരനായ സുമുഖനായ ആ ഡോക്ടർ വന്ന് ഷാഹിനയെ വിവാഹം കഴിച്ചു. എന്നാൽ ഈ സമയം അവൾ ഒരുപാട് ഉപദ്രവിച്ച മൂത്തമ്മ അവിടെ നിന്നിറങ്ങി തെരുവിൽ കൈനീട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത്. എന്നാൽ മൂത്തമ്മയെ അവർ രണ്ടുപേരും കാറിൽ പോകുമ്പോൾ കാണാനിടയായി. മൂത്തമ്മ, പോന്നോളൂ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ആ വലിയ കൊട്ടാരത്തിൽ നിങ്ങൾക്കും താമസിക്കാം. മൂത്തമ്മ പറഞ്ഞു, മോളെ, നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. പൊന്നു മോളെ, ഞാൻ
അതെ മൂത്തമ്മ, പോന്നോളൂ. അങ്ങനെ അന്നു മുതൽ അതാ മൂത്തമ്മ അവരുടെ വീട്ടിലെ ജോലിക്കാരിയായി മാറി. മോളെ, ഞാൻ ജോലി ചെയ്തോളാം ഇവിടുത്തെ, അങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിർത്തണം എന്നതായിരുന്നു മൂത്തമ്മയുടെ അപേക്ഷ. അങ്ങനെ അത് മൂത്തമ്മ സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കുന്നു. നമ്മുടെ ഷാഹിനയും സൽമാനും ഫാരിസും നല്ല രീതിയിൽ സുഖസുന്ദരമായി ആ വീട്ടിൽ താമസം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി ഹാജിയുടെ സ്വത്ത് ഒരാൾക്ക് പോലും വിട്ടുകൊടുത്തില്ല. മുഴുവനും ഷാഹിനയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി വച്ചിരുന്നു. അതായിരുന്നു വക്കീലും അയാളും തമ്മിലുള്ള അന്നത്തെ ആ ഒരു കരാറ്. വക്കീലെല്ലാം വോയിസ് അടക്കം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട് നിരാശയോടെ മടങ്ങുകയായിരുന്നു. അങ്ങനെ പാവപ്പെട്ട ഷാഹിന ഇന്നതാ നല്ലൊരു ഡോക്ടറാകാൻ വേണ്ടി പോവുകയാണ്. സൽമാൻ ഫാരിസിൻ്റെ കൈ പിടിച്ച് സന്തോഷത്തോടു കൂടി അവർ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് കഷ്ടപ്പെട്ട നമ്മുടെ ഷാഹിന ഇപ്പോൾ അവൾ കോടീശ്വരിയായ ഒരു ഡോക്ടറായി മാറിയിരിക്കുന്നു. സൽമാൻ ഫാരിസിൻ്റെ സുന്ദരനായ സുമുഖനായ യുവാവിൻ്റെ ഭാര്യയായിക്കൊണ്ട്.